ഇന്ന് നമുക്കൊരു പെട്ടി പൊട്ടിച്ചാലോ? പൊട്ടിക്കൽ മാത്രമല്ല ലൈവ് ടെസ്റ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഐറ്റം. ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു പൊക്കിയെടുക്കുന്ന രീതി ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈനായിട്ട് ഐറ്റംസ് വാങ്ങുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ലോ പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റം കിട്ടുക, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അങ്ങനെ ഇത് കഴുകി വൃത്തിയാക്കി എണ്ണയൊക്കെ തേച്ചിട്ട് ഞാൻ ഈ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. തട്ടിലെല്ലാം മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഈ സെറ്റായ ഐറ്റത്തിനെ ഇനി ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വെക്കലാണ് അടുത്ത പരിപാടി. വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ തട്ട് ഇറക്കി വെച്ചു കേട്ടോ. വേവിച്ചിട്ടാണ് ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ചൂടുള്ള കാരണം ഇങ്ങനെ നമുക്ക് എടുത്ത് പൊക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. കുറച്ചധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇഡ്ഡലി എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയാനായിട്ട്. എടാ സെറ്റ്, ഒരു പ്രശ്നമില്ല, നല്ല സെറ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടോ. ഈ ഒരു ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലികൾ നല്ല അടിപൊളിയായിട്ട് വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്തോളൂ, ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. ഒരുപാട് വലിപ്പത്തിലും കട്ടിയിലുള്ള ഇഡ്ഡലികളൊന്നും അല്ല കേട്ടോ, കുഞ്ഞു തട്ടുകളായ കാരണം നല്ല കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലികളാണ്. എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കുന്ന പരിപാടിയാണ്. ഞാൻ ഇതിൽ ചട്നി ഉണ്ടാക്കിയിട്ടുള്ളത് പൊട്ടുകടലയുടെ ചട്നി കേട്ടോ. ഇക്കോ പറഞ്ഞ കാരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ റെസിപ്പി വേണ്ടവർ യൂട്യൂബിൽ നോക്കിയാൽ മതി.